ഇതാരും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ലയണൽ മെസ്സിയെ കാണാൻ വന്ന ഫാൻസ് അവരിപ്പോൾ കലിപ്പിലാണ്. കാരണം 60,000-ത്തിലധികം പേർ 5,000 രൂപ മുതൽ 16,000 രൂപ വരെ ടിക്കറ്റിന് കൊടുത്ത് കാത്തിരുന്ന ആ സ്വപ്ന നിമിഷം ഒരു മിനിറ്റ് നേരത്തേക്ക് പോലും ശരിക്ക് കാണാൻ പറ്റാതെ പോയി. മെസ്സി അവിടെ ഉണ്ടായിരുന്നിട്ടും ഫാൻസിന് കാണാൻ പറ്റാതെ പോയതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ആ VIP-കളും സെൽഫി ഹണ്ടേഴ്സും. സ്റ്റേഡിയത്തിൽ 16,000 രൂപ കൊടുത്ത ടിക്കറ്റ് എടുത്തവർ പോലും മെസ്സിയെ വ്യക്തമായി കണ്ടില്ല. കാരണം മെസ്സിയുടെ ചുറ്റും നൂറുകണക്കിന് ആളുകൾ തിക്കിത്തിരക്കി നിന്നു. ഫാൻസ് പറയുന്നു, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. ആരായിരുന്നു ഈ പ്രശ്നക്കാർ? സാധാരണ ഫാൻസ് ആയിരുന്നില്ല മെസ്സിക്ക് ചുറ്റും കൂടിയത്. സെക്യൂരിറ്റി ജീവനക്കാർ പോലും സെൽഫി എടുക്കാൻ മത്സരിച്ചു. രാഷ്ട്രീയക്കാർ, ഫുട്ബോൾ ഒഫീഷ്യൽസിന്റെ മക്കൾ, അങ്ങനെ ആർക്കും അവിടെ യാതൊരു കാര്യവുമില്ലാത്ത വമ്പന്മാർ എല്ലാവരും മെസ്സിയുടെ അടുത്തേക്ക് ഇരച്ചെത്തി. മെസ്സിക്ക് അടുത്തു വരാനുള്ള ഈ പാസ് കൊടുത്തത് സംഘാടകർ തന്നെയാണ്. വമ്പന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ അനാവശ്യമായി ഒരുപാട് പാസുകൾ നൽകി. എന്നിട്ട് മെസ്സി ഷോ പരാജയപ്പെട്ടപ്പോൾ ആളുകളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ദേഷ്യം വന്ന ഫാൻസ് 16,000 രൂപന്റെ ഹോസ്പിറ്റാലിറ്റി പാക്കറ്റിലെ സാൻഡ്വിച്ചുകൾ എടുത്ത് ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞു. ഒരു 20 രൂപയുടെ വെള്ളക്കുപ്പിക്ക് 200 രൂപ കൊടുത്തതിന്റെ ദേഷ്യവും അവർ തീർത്തു. ഈ VIP-കളുടെയും സെൽഫി ഭ്രാന്തന്മാരുടെയും ശല്യം കാരണം മെസ്സിക്കും സംഘത്തിനും അവിടെ നിൽക്കാൻ പറ്റാതായി. സ്നേഹം കൊണ്ടാണ് മെസ്സി ഫാൻസിനെ പാഷനേറ്റ് എന്ന് വിളിച്ചത്. പക്ഷേ ഈ VIP-കൾ കാരണം ഷോ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത ഫാൻസിന് മെസ്സിയെ കാണാൻ പറ്റിയില്ല. പക്ഷേ യാതൊരു ബന്ധവുമില്ലാത്ത VIP-കൾക്കും അവരുടെ മക്കൾക്കും മെസ്സിയുടെ കൂടെ ഫോട്ടോ എടുത്ത് സന്തോഷമായി പോകാനും പറ്റി. ഇതിൽ ആരാണ് ശരിക്കും കുറ്റക്കാർ? VIP-കളെ ഗ്രൗണ്ടിൽ കയറ്റിയ സംഘാടകരോ അതോ സ്വന്തം അധികാരം ഉപയോഗിച്ച് മെസ്സിയുടെ അടുത്തേക്ക് ഇരച്ചെത്തിയവരോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.